ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് രാജസ്ഥാനിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇന്ന് അജ്മീർ ദർഗ അതുപോലെ പുഷ്കർ, ഈ രണ്ട് സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. രാവിലെ നമ്മൾ എല്ലോറ കേവുകൾ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ അജ്മീർ ലക്ഷ്യമാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിസൈഡ് നല്ല മനോഹരമായ കാഴ്ചകളുണ്ട്. അതൊക്കെ കണ്ട് രാവിലെ കാപ്പി കുടിക്കാൻ നിർത്തി. വഴിസൈഡിൽ തന്നെ റോഡിൻ്റെ അരികിൽ തന്നെ ഒരു വിശാലമായ ഗ്രൗണ്ട് പോലെയുള്ള ഒരു പ്രദേശം, അവിടെ നമ്മൾ നിർത്തി. നമ്മൾ കാപ്പി കൈ കരുതിയിരുന്ന തലേദിവസം ഉണ്ടാക്കിയ ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. നല്ല കാളവണ്ടികളൊക്കെ ഉണ്ട്, വഴി കൂടെ പോകുന്നു. അതൊക്കെ കണ്ട് കുറേ ദൂരം വന്നപ്പോൾ ഇവിടെ നമ്മൾ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന പോലെ ഒരു ടാറ്റയുടെ വാഹനം, അത് നിറച്ച് കുട്ടികളുണ്ട്. പുറകിലൊക്കെ വലിയ ഗ്രില്ലൊക്കെ പിടിപ്പിച്ച് ആ കുട്ടികൾ ഞങ്ങളെ ചിരിച്ച കാണിക്കുന്നുണ്ട്. അവർക്ക് ടാറ്റ തരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ തിരിയാനുള്ള സ്പേസ് അതിനകത്തില്ല. അത്ര നിറച്ച് കുട്ടികളുണ്ട് അതിനകത്ത്. ഉച്ചഭക്ഷണം നമ്മൾ പതിവ് പോലെ റോഡ് സൈഡിൽ തന്നെ അല്പം തണൽ കിട്ടിയ സ്ഥലത്ത് നമ്മൾ കഞ്ഞി വെച്ചു. അതുപോലെ കഞ്ഞിയും തക്കാളിക്കറിയായിരുന്നു ഇന്നത്തെ ഉച്ചഭക്ഷണം. ഇതൊക്കെ ഒരു യാത്ര പോകുമ്പോൾ ഇങ്ങനെ വഴി സൈഡിൽ ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കി കഴിച്ച് പോകുന്നൊരു നല്ലൊരു അനുഭവമാണ്. എന്തായാലും ഈ യാത്ര എനിക്ക് വളരെ ഒത്തിരി അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് കുറ്റി കൊണ്ടുപോയി, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഗ്യാസ് കുറ്റി നമ്മൾ യാത്രയിൽ ഒഴിവാക്കണം. ഗ്യാസ് കുറ്റി പല സ്ഥലങ്ങളിലും ചെക്കിങ് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗ്യാസ് കുറ്റി നമ്മൾ ഒഴിവാക്കുക. ഇതിപ്പം ഞങ്ങൾ കൊണ്ടുപോയി, അതുകൊണ്ട് ഞങ്ങളത് വെച്ചാണ് കാര്യങ്ങളൊക്കെ നടത്തിപ്പോയത്. പരമാവധി ഗ്യാസ് കുറ്റിക്ക് പകരം മണ്ണെണ്ണ സ്റ്റൗ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് പമ്പിൽ നിന്ന് ഡീസൽ മേടിച്ച് അങ്ങനെ ഡീസൽ ഉപയോഗിച്ചാൽ മറ്റോ കത്തിച്ച് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ സ്റ്റൗ എല്ലാം കൊണ്ടുപോകുന്നതാണ് ഏറ്റവും സൗകര്യം. ഗ്യാസ് സ്റ്റൗ ഇവർ വഴി ചെക്കിങ് പിടിക്കുന്നുണ്ട്. തക്കാളിക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല ചൂട് കഞ്ഞിയും തക്കാളിക്കറിയും കഴിച്ചു. വീണ്ടും യാത്ര. രാത്രി മുഴുവൻ ഓടിച്ച് ഞങ്ങൾ രാവിലെ, ഇതിപ്പോൾ നേരം വെളുത്ത് വരുന്ന ഭാഗമാണ്, ഞങ്ങൾ അജ്മീർ എത്തി. അജ്മീർ ദർഗ കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. രാജസ്ഥാനിലെ അജ്മീറിൽ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ഖബറിടമാണ്. ആ ഖബറിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ അജ്മീർ ദർഗ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂഫി ദർഗകളിൽ ഒന്നാണ് ഇത്. നമ്മൾ അതിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ടൗൺ ഒരു വളരെ ഇടുങ്ങിയ രണ്ടു വശത്തും കടകളോട് കൂടിയ ഒരു പ്രദേശമാണ്. നമ്മൾ വളരെ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് തന്നെ നമ്മളവിടെ എത്തി. നമ്മൾ ഈ കാണുന്ന ഗേറ്റ്, ഇതാണ് സുൽത്താൻ മഹ്മൂദ് ഖിൽജി സ്ഥാപിച്ച ദർഗയുടെ മെയിൻ ഗേറ്റാണിത്. നമ്മൾ വളരെ നേരത്തെ എത്തി. അവിടെ ഈ ഗേറ്റിൻ്റെ മുന്നിൽ വന്നു. ഈ ഗേറ്റിൻ്റെ അടുത്തോട്ടൊന്നും വണ്ടി എത്തത്തില്ല. നമ്മൾ വണ്ടി ഒരു 1/2 കിലോമീറ്ററോളം അകലെ നിർത്തിയിട്ട് ഇടുങ്ങിയ വഴിയിൽ കൂടി നടന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നു. നമ്മളവിടെ വരുന്ന സമയത്ത് ആരാധനാ സമയമായിരുന്നെന്ന് തോന്നുന്നു. വളരെയധികം ആളുകൾ അതിൻ്റെ ഉള്ളിലോട്ട് കടന്നു പോകുന്നുണ്ട്. ഏകദേശം ഒരു ദിവസം 1.5 ലക്ഷം ആൾക്കാരോളം അവിടെ പ്രാർത്ഥന പങ്കുചേരുന്നുണ്ടെന്നാണ് വിവരങ്ങൾ. നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കടന്നില്ല. നമ്മൾ അതിൻ്റെ മുന്നിൽ വന്ന് നമ്മൾ ഈ മെയിൻ ഗേറ്റ് വരെ എത്തിയുള്ളൂ. അതിൻ്റെ ഉള്ളിലോട്ട് കടന്നാൽ വളരെയധികം കാഴ്ചകളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വാഹനം വളരെ ദൂരെ ആയതുകൊണ്ട് അവിടെ പാർക്കിങ്ങിന് സൗകര്യം നമുക്ക് ആ സമയത്ത് ലഭിച്ചില്ല. നമ്മളവിടെ നിന്ന് നടന്ന് ഇത്രയും ദൂരം എത്തി. അപ്പം ബാക്കിയുള്ള ആളുകൾ വെളിയിൽ നിന്നുകൊണ്ട് നമുക്ക് ആ വാഹനം അവിടെ സേഫായിട്ട് ഇടാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി. വീണ്ടും നമ്മളവിടുന്ന് പുഷ്കർ ലേക്ക്, പുഷ്കർ തടാകത്തിൻ്റെ ചുറ്റുമായിട്ട് അനവധി ആരാധനാലയങ്ങളുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. നമ്മൾ
ആ പുഷ്കർ ലേക്ക് കാണുവാനായിട്ടാണ് നമ്മൾ അവിടുന്ന് വീണ്ടും യാത്ര തിരിച്ചത്. പുഷ്കർ എന്ന് പറയുന്നത് നമ്മുടെ അജ്മീറിൽ നിന്നും, അജ്മീർ തന്നെയാണ് ജില്ല, അജ്മീർ ജില്ലയിൽ തന്നെയുള്ള ഒരു ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. പുഷ്കർ തടാകം എന്ന പേരിലുള്ള ഒരു വലിയ തടാകം ഉണ്ട്. തടാകത്തിൻ്റെ കരയിലുള്ള അനവധി ക്ഷേത്രങ്ങളടങ്ങിയ ഒരു ടൗണാണ് പുഷ്കർ എന്ന് പറയുന്നത്. അവിടെ ഗുരുനാനാക്കിൻ്റെയും ഗുരു ഗോവിന്ദ് സിംഗിൻ്റെയും ഗുരുദ്വാരകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ അങ്ങോട്ടുള്ള വഴിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഒരു ഉയർന്ന പ്രദേശത്തോട്ട് നമ്മൾ ഇങ്ങനെ നല്ല വളവും തിരിവുള്ള വഴി കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി ഉള്ള യാത്രയാണ്. രാവിലെ തന്നെ വഴിയിൽ നല്ലപോലെ തിരക്കുണ്ട്. ആ തിരക്കുള്ള വഴിയിലൂടെ നമ്മളെ പുഷ്കറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകുന്ന വഴി സൈഡിലെല്ലാം മയിലുകൾ അങ്ങനെയുള്ള ജീവികളെയൊക്കെ നമുക്ക് ആ റോഡിൻ്റെ വശങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രസകരമായ ഒരു യാത്ര. നമ്മൾ പുഷ്കറിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പാലം വഴിയാണ് നമ്മൾ പുഷ്കറിലോട്ട് എത്തുന്നത്. പുഷ്കറിലെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ബ്രഹ്മക്ഷേത്രം. അപ്പോൾ നമ്മൾ രാവിലെ ആദ്യം തന്നെ ബ്രഹ്മാവിൻ്റെ ആ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകാനാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ അതിൻ്റെ മുൻവശത്ത് ഇങ്ങനെ ധാരാളം കടകളുണ്ട്. നമ്മുടെ ഇവിടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലുള്ള പോലെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ്. അതുകൂടാതെ അവിടെ നമുക്ക് നമ്മൾ വഴിപാടുകൾക്കുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, വഴിപാട് സാധനങ്ങളൊക്കെ അവർ നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ നമ്മളെ കൈകാട്ടി വിളിച്ച് അവർ പറയും നമ്മുടെ ചെരുപ്പുകൾ മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അവർ ഈ വഴിപാട് സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ നമ്മുടെ ചെരുപ്പുകൾ സൂക്ഷിക്കാനുള്ള ഒരു ക്യാബിൻ പോലെ, അതുകൊണ്ട് ഒരു അറ പോലെ അതിനകത്ത് നമുക്ക് ചെരുപ്പുകൾ വെക്കാം. അപ്പോൾ ഞങ്ങൾ കരുതി ഇത് പേയ്മെൻറ്റ് അവർ മേടിക്കുമായിരിക്കും എന്നൊക്കെ കരുതി. പക്ഷേ ഒന്നുമില്ല. നമ്മൾ ചെരുപ്പോടെ വെച്ചോ പേയ്മെൻ്റ് ഒന്നും വേണ്ട എന്നും പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെരുപ്പോടെ വെപ്പിക്കും. എന്നിട്ട് നമ്മുടെ കൈ ശുദ്ധിയാക്കാൻ വേണ്ടി അവർ കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് കയ്യിലൊഴിച്ച് തരും. നമ്മളവിടെ ചെരുപ്പ് വെച്ചതിന് മുൻപ് അവിടെ ഒരു ഗണപതിയുടെ ഒരു ചെറിയൊരു കോവിലുണ്ട്. അവിടുന്ന് നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് സ്റ്റെപ്പുകൾ കയറി മുകളിലോട്ട് ചെന്ന് വേണം നമുക്ക് ഈ ബ്രഹ്മാവിൻ്റെ അമ്പലം, ബ്രഹ്മാവാണ് അവിടുത്തെ പ്രതിഷ്ഠയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല കുറച്ച് ഉയർന്ന സ്ഥലത്താണ് അത് അമ്പലം ഇരിക്കുന്നത്. നമുക്കിവിടുന്ന് നടന്നു കയറാം. ഈ നടപ്പാതകൾ നടന്നു പോകാനേ ഉള്ളൂ. ഒരു ബാലൻ, അവൻ എനിക്ക് മനസ്സിലാകുന്ന ഈ നമ്മുടെ ഇവിടെയൊക്കെ ഡാൻസുകാരൊക്കെ തലവെക്കുന്ന തിരികെ പോലുള്ള എന്തോ സാധനമാണ് വിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇതുണ്ട് ഈ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ മാർബിൾ ഇട്ടിരിക്കുന്ന സ്റ്റെപ്പാണ് രാജസ്ഥാനിൽ. പിന്നെ മാർബിളിൽ മഞ്ഞില്ലല്ലോ. നമ്മൾ കയറി ചെല്ലുമ്പം ഇതാണ് ആ ക്ഷേത്രം. നമ്മൾ ആ ക്ഷേത്രത്തിൽ കയറി തൊഴുതിറങ്ങിയിട്ടാണ് നമ്മൾ പുഷ്കർ ലേക്കിൻ്റെ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ ലേക്കിൻ്റെ ചുറ്റുമായിട്ട് വളരെയധികം ക്ഷേത്രങ്ങളുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗോപാലസ്വാമി ടെമ്പിൾ, ഗോപാൽജി കാ മന്ദിർ, അങ്ങനെ ഒരു ക്ഷേത്രമാണ്. നമ്മൾ അവിടെ കയറിയില്ല. നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ലേക്കിലേക്ക് പോവാം. ഗോവിന്ദ് ഘട്ട് എന്നാണ് ഈ സ്നാനഘട്ടത്തിലെ ഒരു ഘട്ടാണിത്. അതിന് നമ്മുടെ ഗുരുദ്വാരകളുടെ ഗോവിന്ദ് സിംഗിൻ്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് ഗോവിന്ദ് ഘട്ട് എന്നാണ് ഈ സ്നാനഘട്ടത്തിന് നമ്മൾ പേര് കണ്ടത്. അപ്പോൾ അത് ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ ഒരു ഇതിനു വേണ്ടി കൊടുത്തിരിക്കുന്നതാണെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇവിടെ പുഷ്കർ ഈ ലേക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. അതിൻ്റെ ചുറ്റിനും ഇത് കണ്ടു, വളരെ പഴക്കമുള്ളതും വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളാണ് അതിൻ്റെ ചുറ്റിനുള്ളത്.
വളരെ പഴക്കമുള്ള ബിൽഡിങ്ങുകളുണ്ട്, അതുപോലെ ഇടയ്ക്ക് ചിലതൊക്കെ പുതുക്കി പണിതിട്ടുണ്ട്, പുതിയ ബിൽഡിങ്ങുകളുമുണ്ട്. പുഷ്കറിലെ ഈ കാഴ്ചകളും കണ്ടിട്ട് നമ്മൾ പോയ വഴിയിലുള്ള കുറേ ഫോട്ടോസുണ്ട്. നമ്മൾ രാജസ്ഥാനിൽ കണ്ട ചില കാഴ്ചകളൊക്കെ, ആ കാഴ്ചകളുടെ ഫോട്ടോസും നമ്മൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഇവിടുത്തെ ഫോട്ടോസ് എടുക്കുക എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് വീണ്ടും ഇറങ്ങി ഇവിടുത്തെ രാവിലെ പ്രഭാത ഭക്ഷണം അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് യാത്ര വീണ്ടും ഇറങ്ങി. ഇനി നമുക്ക് പോകാനുള്ളത് ഗോൾഡൻ ടെമ്പിളിനാണ് നമ്മുടെ അടുത്ത ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറേ ഫോട്ടോസ്, ഈ ലേക്ക് വളരെ വിശാലമായിട്ട് കിടക്കുന്ന ലേക്കാണ്, കണ്ടോ, എന്തോ ഒരു ഏരിയയിലാണ്. അതിൻ്റെ ചുറ്റിനും ഇതുപോലെ ബിൽഡിങ്ങുകളുണ്ട്, പഴയതും പുതിയതുമായിട്ടുള്ള ബിൽഡിങ്ങുകൾ. അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളിനിയിപ്പം ഇവിടുന്ന് പോവുകയാണ്. ഇത് അജ്മീർ ദർഗ. ഇത് വഴിക്ക് നമ്മൾ അജ്മീർ ദർഗയ്ക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പൊരു കോവിൽ കണ്ടത്. ഇത് അജ്മീർ ദർഗയിലേക്കുള്ള ഒരു കവാടമാണ്. ഇത് അജ്മീർ ദർഗയുടെ അവിടെ നമ്മൾ കയറുന്നതിന് മുമ്പുള്ള ഭാഗം. ഇത് നമ്മുടെ ബ്രഹ്മക്ഷേത്രം. ഈ ബ്രഹ്മക്ഷേത്രത്തിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള ഫോട്ടോ. ഇതൊക്കെ ബ്രഹ്മക്ഷേത്രമാണ്. ഇത് പുഷ്കർ ലേക്ക്. ഇത് വഴിക്ക് ഒരു കാപ്പി കിട്ടിയതാണ്. കാപ്പി ഗ്ലാസിൻ്റെ മുഴുപ്പ് കണ്ടോ. ഇത് രാജസ്ഥാൻ, ഇഷ്ടം പോലെ മണൽ. ഇത് ഒരു കർഷകനെ നമുക്ക് വഴിക്ക് കണ്ടപ്പോൾ നിർത്തിയതാണ്. അവിടുത്തെ ലോറിയിലൊക്കെ ലോഡ് പോകുന്നുണ്ടോ. ഒരു ടയർ, ഒരാളകത്ത് കയറി എന്നാൽ ഒന്നും ആകില്ല, അത്രയും മുഴുത്ത ടയർ നമ്മൾ വഴി കണ്ടു. പിന്നെ മയില്, ഒട്ടകത്തിനെ കൊണ്ടുപോകുന്ന യാത്രക്കാർ, ഒട്ടകം, അവരൊരു ഫാമിലി മുഴുവൻ ഉണ്ടാകാൻ പറ്റിയാൽ അവർ ഒട്ടകത്തിനായിട്ട് ഒത്തിരി ഒട്ടകങ്ങൾ അവരുടെ പുറകെ കൊണ്ടിരിക്കുന്നു. എല്ലാം കണ്ട് വഴിക്ക് നമ്മൾ പോകുന്ന വഴിയിൽ കണ്ട ഒരു മന്ദിരമാണ്. മന്ദിരത്തിനകത്ത് മുകളിൽ വലിയ ലൈറ്റ് ഫിറ്റിങ്സൊക്കെ കണ്ടു. എല്ലാം കണ്ട് നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കേ.